ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലായതായും ഷെഡ്യൂൾ പ്രകാരം പ്രവർത്തിക്കുന്നതായും ഇൻഡിഗോ എയർലൈൻസും എയർ ഇന്ത്യയും അറിയിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യൂറോപ്പിൽ നിന്നും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. ഞായറാഴ്ച ഇസ്രായേൽ വ്യോമാതിർത്തി വീണ്ടും തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. തിങ്കളാഴ്ച വിമാന പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിരുന്നു. ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപകമായ റദ്ദാക്കലുകൾ മൂലം കുടുങ്ങിക്കിടക്കുന്ന 10,000-കണക്കിന് യാത്രക്കാരെ സഹായിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഏറെക്കുറെ സ്ഥിരത കൈവരിച്ചതായി ഇൻഡിഗോ എയർലൈൻ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്കും പുറത്തേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുന്ന വിമാന സർവീസുകൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തതുപോലെ ഓടുന്നുണ്ടെന്ന് എയർലൈൻ ഒരു യാത്രാ ഉപദേശത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇറാനിയൻ വ്യോമാതിർത്തിയിൽ തുടർച്ചയായ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചില വിമാനങ്ങൾ ഇപ്പോഴും ഇതര റൂട്ടുകൾ തിരഞ്ഞെടുത്തേക്കാം. ഇത് യാത്രാ സമയം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. തത്സമയ അപ്ഡേറ്റുകൾക്കായി യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ യാത്രയിലുടനീളം സുഗമമായ സൗകര്യം ഉറപ്പാക്കാനും ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളെ സുരക്ഷിതമായി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തുടർച്ചയായ ധാരണയ്ക്കും വിശ്വാസത്തിനും നന്ദി, ഇൻഡിഗോ വ്യക്തമാക്കുന്നു. അതേസമയം എയർ ഇന്ത്യയും ഈ മേഖലയിലേക്കുള്ള സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ചില ഭാഗങ്ങളിൽ വ്യോമാതിർത്തികൾ ക്രമേണ വീണ്ടും തുറക്കുന്നതിനാൽ എയർ ഇന്ത്യ ഇന്നു മുതൽ മേഖലയിലേക്കുള്ള സർവീസുകൾ ക്രമേണ പുനരാരംഭിക്കും. മിഡിൽ ഈസ്റ്റിലേക്കും തിരിച്ചുള്ള മിക്ക പ്രവർത്തനങ്ങളും ജൂൺ 25 മുതൽ പുനരാരംഭിക്കുമെന്ന് എയർലൈൻ വക്താവ് വ്യക്തമാക്കി. മുമ്പ് റദ്ദാക്കിയിരുന്ന യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഇന്നു മുതൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതേസമയം യുഎസിന്റെയും കാനഡയുടെയും കിഴക്കൻ തീരത്തേക്കുമുള്ള സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില വിമാനങ്ങൾക്ക് അനന്തരഫലങ്ങളുടെ ആഘാതം, ദീർഘിപ്പിച്ച റീറൂട്ടിങ്ങുകൾ, ഫ്ലൈറ്റ് സമയങ്ങൾ എന്നിവ കാരണം കാലതാമസമോ റദ്ദാക്കലോ അനുഭവപ്പെടാം. പക്ഷേ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും ഞങ്ങളുടെ ഷെഡ്യൂൾ സമഗ്രത പുനഃസ്ഥാപിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും വക്താവ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. സുരക്ഷിതമല്ലാത്ത വ്യോമാതിർത്തികൾ ഒഴിവാക്കുന്നത് തുടരുമെന്നും കൂടുതൽ മാറ്റങ്ങൾ യാത്രക്കാരെ അറിയിക്കുമെന്നും എയർലൈൻ അറിയിച്ചു. ദോഹയിലെ യുഎസ് വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഗൾഫ് മേഖലയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. കൊച്ചിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഖത്തർ വിമാനങ്ങളിലൊന്ന് നേരത്തെ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാനങ്ങൾ റദ്ദാക്കുകയാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചത്. നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കിഴക്കൻ തീരത്തേക്കും തിരിച്ചുമുള്ള സർവീസുകളും എയർലൈൻ നിർത്തിവെച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം നിരവധി വിമാന കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കറ്റിലേക്ക് തിരിച്ചുവിടുകയും കണ്ണൂരിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനം തിരിച്ചയക്കുകയും ചെയ്തു. ഖത്തറിലേക്ക് മറ്റു വിമാനങ്ങളൊന്നുമില്ലെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഒമാൻ എയർവേസ് അവരുടെ വിമാന സർവീസുകളും നിർത്തിവെച്ചു. മനാമ, കുവൈറ്റ്, ദുബായ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുള്ള വിമാനങ്ങളാണ് താൽക്കാലികമായി നിർത്തിയത്. ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചതായി ഈജിപ്റ്റ് എയറും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.